റിയലി സോറി. അതോടെ ഞാൻ പറയുന്നത് കേൾക്കണ്ടാവില്ല, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, യാ, അപ്പൊ നമ്മള് പറഞ്ഞു ഇന്നോട്ട് നമ്മൾ PYQ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ ചെയ്യുന്നത് വെച്ചാല്, ഞാൻ ഡിസംബർ 2023 ജൂൺ 2023 ഷിഫ്റ്റ് 1 ആൻഡ് ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ വാട്ട് ഐം തിങ്കിങ് ഇസ് ലൈക്ക്, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കും, നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലൈക്ക് ആൻസർ അറിയുന്ന ആൾക്കാർ ആൻസർ ഇടുക, അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. കാരണം നമ്മൾ എല്ലാവരും പഠിക്കുന്ന സ്റ്റേജിൽ തന്നെയാണല്ലോ. സോ എന്നിട്ട് നമുക്ക് ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ പോകാം. ഓക്കെ, സോ യാ, പൊളിറ്റിക്കൽ തിയറി. എന്താണ് പൊളിറ്റിക്കൽ തിയറി? നമ്മൾ എന്തിനു വേണ്ടിയാണ് പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത്? നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസ് എന്ന നിലയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട് അല്ലേ, നമുക്ക് അറിയാനുണ്ട്. എന്തൊക്കെ കോൺസെപ്റ്റുകൾ? ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തിനാ അറിയുന്നത് വെച്ചാൽ, നമുക്കിപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റംസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ പൊളിറ്റിക്കൽ സയൻസിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ തിയറി എന്നുള്ള പേപ്പർ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ആവുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ തിയറിയുടെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതാ, കുറച്ച് കോൺസെപ്റ്റുകളാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, ഡെമോക്രസി, പവർ, സിറ്റിസൺഷിപ്പ്. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ ട്രഡീഷൻസ് ആണ്, അതായത് ഐഡിയോളജീസ്, ലിബറലിസം, കൺസർവേറ്റിസം, സോഷ്യലിസം പോലെയുള്ള ഐഡിയോളജീസുകളാണ് പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പറിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഞാൻ ഓഡിബിൾ ആണല്ലോ? എന്റെ സൗണ്ട് ക്ലിയർ ഇല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. Okay. Yeah. So this is the first question. Which of the following figures are related to normative tradition of political theory? ഇവിടെ കുറച്ച് തിങ്കേഴ്സിന്റെ പേര് വന്നിട്ടുണ്ട്. ഇതിൽ ഏത് തിങ്കേഴ്സ് ആണ് പൊളിറ്റിക്കൽ തിയറിയുടെ നോർമേറ്റീവ് ട്രഡീഷൻ അല്ലെങ്കിൽ നോർമേറ്റീവ് അപ്രോച്ചിൽ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോർമേറ്റീവ് അപ്രോച്ച് ആദ്യം എന്താണെന്ന് അറിയണം. അപ്പം നിങ്ങൾ ഓൾറെഡി പൊളിറ്റിക്കൽ തിയറിയിലെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ആൻസർ അറിയുന്ന ആൾ ചാറ്റ് ബോക്സിൽ പറയാം. ഞാനൊരു അറൌണ്ട് 30 സെക്കൻഡ്സ് ടൈം വരാം. ഇവിടെ ഇപ്പം 5 തിങ്കേഴ്സിന്റെ പേരാണുള്ളത്. ഐ എം സോറി, ഐ എം വെരി വീക്ക് അറ്റ് പ്രൊനൗൺസിയേഷൻ, അതുകൊണ്ട് ഈ നെയിം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ ഈ കൊടുത്ത ഫിഗേഴ്സിൽ ആരെങ്കിലും നമ്മൾ കേട്ട് പരിചയമുള്ള ഏതെങ്കിലും തിങ്കറിന്റെ നെയിം ഉണ്ടോ നോക്കുക. അവർ ഏതിലാണ് നമ്മൾ പഠിച്ചതെന്നൊന്ന് ഓർത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റണം. നിങ്ങളെല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. സോ ആൻസേഴ്സ് വരുന്നുണ്ട്. ലൈക്ക് 2 ആൾക്കാരെ റിപ്ലൈ തന്നിട്ടുള്ളൂ. ഇനി ആരെങ്കിലും ആൻസർ ചെയ്യണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. നമുക്ക് ആൻസർ പറയാം അല്ലേ. സോ യാ, ദ കറക്റ്റ് ആൻസർ ഇസ് ഡി. ഇവിടെ സി ആണ് കൊടുത്തിട്ടുള്ളത്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. ആരൊക്കെയാണ്? ബെർട്രാൻഡ് ഡി ജോയനൽ, എറിക് വോഗ്ലെ, യെവസ് സൈമൺ. ഇവര് 3 ആൾക്കാരാണ് നോർമേറ്റീവ് ട്രഡീഷനിൽ വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പേര് നോക്കുമ്പം, ഞാനിപ്പോ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുന്നതായിരിക്കും, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് ഇതിൽ ഫെമിലിയർ ആയിട്ട് ഒരു നെയിം നമുക്ക് കാണുന്നുണ്ട് അല്ലെ. ആരാണ്? റോബർട്ട് ഡാൾ. നമ്മൾ റോബർട്ട് ഡാളിനെ കുറിച്ച് പൊളിറ്റിക്കൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബിഹേവിയറൽ അപ്രോച്ചിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് നോർമേറ്റീവ് തിയറിയിൽ വരുന്നതല്ല. അപ്പൊ നമുക്ക് ഈ റോബർട്ട് ഡാളിനെ നമുക്ക് കട്ട് ചെയ്യും. റോബർട്ട് ഡാളിനെ നമുക്ക് കട്ട് ചെയ്യും. റോബർട്ട് ഡാൾ ഏതാ വരുന്നത്? സി ആണ് വരുന്നത്. അപ്പൊ സി വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിയും എയും നമുക്ക് കട്ട് ചെയ്യാം അല്ലെ.
പിന്നെ ഇതിൽ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് കേട്ട നെയിം ഏതാ? ആർത്തർ ബാട്ട്ലി. ഇതും നമുക്ക് ചെറുതായി ഒന്ന് കേട്ട് പരിചയം ഉണ്ടാവണം പൊളിറ്റിക്കൽ തിയറി പഠിച്ചു കഴിഞ്ഞാൽ. സോ നമുക്ക് ഇയും കൂടി കട്ട് ചെയ്യുന്നതിനാ ഈ ആൻസറും കൂടി പോയി. അപ്പൊ നമുക്ക് ബാക്കി ഇതാ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. നമുക്ക് പഠിക്കേണ്ട നോർമേറ്റീവ് തിയറി എന്താന്ന് നമുക്ക് നോക്കാം. എന്താ നോർമേറ്റീവ് തിയറിയും എംപിരിക്കൽ തിയറിയും. അപ്പം പൊളിറ്റിക്കൽ തിയറിയിലുള്ള രണ്ട് അപ്രോച്ചുകളാണ് ഇത്, നോർമേറ്റീവ് അപ്രോച്ചും എംപിരിക്കൽ അപ്രോച്ചും. നോർമേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൺസേൺ വിത്ത് വാട്ട് ഔട്ട് ടു ബി. പ്രിസ്ക്രിപ്റ്റീവ് ആണ്, അതായത് എങ്ങനെയായിരിക്കണം, എന്താണ് നല്ലത്, എന്താണ് മോശം, എങ്ങനെയായിരിക്കണം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഒരു ഐഡിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഉത്തോപിക് ആയിട്ടുള്ള ഒരു സാധനമാണ് നോർമേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? നോംസ്, വാല്യൂസ്, സ്റ്റാൻഡേർഡ്, റൂൾസ് അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നോർമേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ മോറൽ ഫിലോസഫി. പിന്നെ ഇറ്റ് എയിം ടു ഇംപ്രൂവ് ദ കണ്ടക്ട് ഓഫ് പബ്ലിക് ലൈഫ്. പബ്ലിക് ലൈഫിന്റെ ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു തരം തിയറിയാണ് നോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ തിങ്കേഴ്സ് ആരൊക്കെയാണ്? പ്ലേറ്റോ, നമുക്കറിയാം. പ്ലേറ്റോ ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ വരുന്നതാണ് TH ഗ്രീൻ, എറിക് വോഗ്ലി, അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ലിയോ സ്ട്രോസ്. ലിയോ സ്ട്രോസിന് നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫാക്റ്റും വാല്യൂവും തമ്മിൽ സെപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞതാണ് ലിയോ സ്ട്രോസ്. അങ്ങനെ അവർ ഫാക്റ്റും വാല്യൂവും ഡിസ്റ്റിങ്ക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണെന്നാണ് ലിയോ സ്ട്രോസ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസും നോർമേറ്റീവ് തിയറിയിൽ വരുന്നതാണ്. പിന്നെ ഈ മൈക്കിൾ സാൻഡലിന്റെ സിറ്റുവേറ്റഡ് സെൽഫ് എന്നുള്ളത് മുമ്പ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സിറ്റുവേറ്റഡ് സെൽഫ് എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് വെച്ചത്? അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക. ഇറ്റ് ഈസ് മൈക്കിൾ സാൻഡൽ. ഓക്കെ, മൈക്കിൾ സാൻഡൽ ആണ് ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അപ്പൊ നോർമേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഔട്ട് ടു ബി, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോർമേറ്റീവ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ എംപിരിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്, എന്താണ്, റിയാലിറ്റി ചെക്കാണ് നടത്തുന്നത്, ഫാക്ച്വൽ ആണ്. അതെന്താ, ഫാക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എംപിരിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഇവാലുവേറ്റ് ചെയ്ത്, അത് സ്റ്റഡി ചെയ്ത്, എക്സ്പെരിമെന്റ് ചെയ്ത് പഠിച്ച് അതിനെക്കുറിച്ച് പറയുന്നതാണ് എംപിരിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപിരിക്കൽ തിയറി എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? മോഡേൺ സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തുക. പിന്നെ ഇറ്റ് എയിം ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ പബ്ലിക് ലൈഫ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാം? എംപിരിക്കൽ തിയറിയുടെ രണ്ട് പില്ലർ എന്ന് പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ചും ലോജിക്കൽ പോസിറ്റിവിസവും ആണ്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോർമേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, വാട്ട് ഔട്ട് ടു ബി, വാട്ട് ഷുഡ് ബി. വെറാസ് എംപിരിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ്. നോർമേറ്റീവ് തിയറി ഐഡിയലിസ്റ്റിക് ആണ്, എംപിരിക്കൽ തിയറി റിയലിസ്റ്റിക് ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഈ എംപിരിക്കൽ തിയറിയുടെ തിങ്കേഴ്സ് ആരൊക്കെയാണ്? അരിസ്റ്റോട്ടിൽ, പിന്നെ ഡേവിഡ് ഈസ്റ്റൺ. നമുക്കറിയാം ഡേവിഡ് ഈസ്റ്റൺ ബിഹേവിയറൽ അപ്രോച്ചിൽ പഠിച്ചതാണ്. പിന്നെ റോബർട്ട് ഡാൾ, കാൾ പോപ്പർ, പീറ്റർ ലാസ്ലെറ്റ്, ഇവരൊക്കെ എംപിരിക്കൽ തിയറിയിൽ വരുന്നതാണ്. ഇനി നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും? ഓക്കെ, ഓക്കെ, താങ്ക് യു. സോ യാ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും എന്താണ്? Which among the following thinkers hold the view that liberty is destroyed because the propertied classes possess the power to dominate others? ഇവിടെ 4 തിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേതൊക്കെ തിങ്കേഴ്സ് ആണ് ഈ ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്തത്? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ലിബർട്ടി ഇസ് ഡിസ്ട്രോയിഡ് ബിക്കോസ് ദ പ്രോപ്പർട്ടീഡ് ക്ലാസ് പൊസസ് ദ പവർ ടു ഡോമിനേറ്റ് അതേഴ്സ്. പ്രോപ്പർട്ടീഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ക്ലാസ്. ആരുടെ കയ്യിലാണോ പ്രോപ്പർട്ടി ഉള്ളത്, ഓണർഷിപ്പ് ഉള്ള ക്ലാസ് ആണ് പ്രോപ്പർട്ടീഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ പവർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ലിബർട്ടി ഡിസ്ട്രോയിഡ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു വ്യൂ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? ഇതിലിപ്പോ 4 തിങ്കേഴ്സ് ഉണ്ട്. 2 ഡി. ഓക്കെ, എനിവൺ എൽസ്? ബി, സി, ഓക്കെ,
ഈ തിങ്കേഴ്സ് ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള തിങ്കേഴ്സ് ആണ് അല്ലെ, നമുക്ക് എല്ലാവരും ഈ 4 ആൾക്കാരും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവരുടെ ഐഡിയാസും അവരുടെ കോൺസെപ്റ്റുകളൊക്കെ നമുക്കറിയാം അല്ലെ. നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സി. എ, ബി ആൻഡ് ഡി ആരൊക്കെയാണ്? റൂസോ, മാർക്സ് ആൻഡ് ഏഞ്ചൽസ് ആണ് ഈ ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കത് എക്സ്പ്ലനേഷൻ നോക്കാം. റൂസോ എന്താ ബിലീവ് ചെയ്തത്? Rousseau believed that the concept of private property was a major source of inequality and conflict. നിങ്ങൾ റൂസോന തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ അദ്ദേഹം സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഇഡിലിക് ബ്ലിസ്ഫുൾനെസ് ആയിരുന്നു. അതായത് നെയ്തർ റോങ് നോർ റൈറ്റ് ഉള്ള ഒരു കാരണമായിരുന്നു. അപ്പം അവിടെ പ്രശ്നങ്ങൾ എപ്പോഴാണ് വരാൻ തുടങ്ങിയത്? പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയെന്ന് റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അക്കോർഡിംഗ് ടു റൂസോ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി വാസ് എ മേജർ സോഴ്സ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് കോൺഫ്ലിക്ട്. സൊസൈറ്റിയിൽ ഇൻഇക്വാലിറ്റിയും കോൺഫ്ലിക്റ്റും വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിബർട്ടി ഈസ് ഡിസ്ട്രോയിഡ് എന്നല്ലേ പറഞ്ഞത്. സോ നമുക്ക് റൂസോ ആ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് തിങ്കർ ആരാണ്? മാർക്സ്. മാർക്സ് എന്താ പറഞ്ഞത്? മാർക്സ് കൺസിഡേർഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആസ് എ key source of social injustice. And he argued that under capitalism, the bourgeois owned and controlled the means of production, while the proletariat had to sell their labor of wages. അപ്പൊ നമുക്കറിയാം മാർക്സിസത്തിൽ എന്താ പറയുന്നത്? ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും സോഷ്യൽ ആയിരിക്കണം, പ്രൈവറ്റിന്റെ കയ്യിൽ ഉണ്ടാവരുത്. ഈ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കാരണമാണ് സൊസൈറ്റിയിൽ ഇൻജസ്റ്റിസ് ഉണ്ടാകുന്നത് നമുക്ക് ഓൾറെഡി അറിയാല്ലേ. അപ്പൊ ഈ ക്യാപിറ്റലിസത്തിന്റെ അണ്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? ബൂർഷ്യാസിന്റെ ഈ ബൂർഷ്യാസ് ക്ലാസിന്റെ കയ്യിലാണ് ഈ എല്ലാ എന്തുണ്ടാവുന്നത്? പ്രോപ്പർട്ടിയും ലാൻഡൊക്കെ അവരാണ് ഓൺ ചെയ്യുന്നത്. എന്നിട്ട് അവർ ഈ സർപ്ലസ് വാല്യൂ വെച്ചിട്ട് ഈ പ്രോളറ്റേറിയറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം. അപ്പം മാർക്സും ആ ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജോൺ ലോക്ക് എന്താണ്? ജോൺ ലോക്ക് നമുക്കറിയാം ഹിസ് നോൺ ആസ് എ ഫാദർ ഓഫ് ലിബറലിസം. അദ്ദേഹം തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്തതാണ്. ഈ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി കണക്കാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ. അപ്പം നമുക്ക് ആ ക്വസ്റ്റനിലുള്ള വ്യൂ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ജോൺ ലോക്കിനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം ജോൺ ലോക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ സപ്പോർട്ട് ചെയ്തതാണ്, പക്ഷെ നമ്മൾ ക്വസ്റ്റനിൽ സപ്പോർട്ട് ചെയ്യാത്ത ഇതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഏഞ്ചൽസ് ആണ്. ഏഞ്ചൽസും മാർക്സിസം സോഷ്യലിസം ആ ഒരു ഇതിൽ വരുന്നതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദി ആൻസർ ഇസ് റൂസോ, മാർക്സ് ആൻഡ് ഏഞ്ചൽസ്. ഇനി നമുക്ക് ലിബർട്ടി എന്താന്ന് നോക്കാം. നമ്മൾ പൊളിറ്റിക്കൽ കോൺസെപ്റ്റിൽ ഫസ്റ്റ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് ലിബർട്ടി. എന്താണ് ലിബർട്ടി? ആബ്സെൻസ് ഓഫ് ഓൾ റെസ്ട്രെയിൻസ് ഓൺ ദോസ് ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ വിച്ച് ഡു നോട്ട് ഹാം അതേഴ്സ്. ഓക്കെ, നമുക്ക് എന്തും ചെയ്യാനുള്ള അധികാരമല്ല ലിബർട്ടി എന്ന് പറയുന്നത്. നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതിനാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെസ്ട്രെയിൻസ് ഒന്നും ഉണ്ടാവരുത് എന്നാണ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിബർട്ടി ഇസായ് പെർലിൻ എന്ന് പറഞ്ഞൊരു തിങ്കർ ലിബർട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് മിനിമൽ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് ഇൻഡിവിജ്വൽസിന്റെ റൈറ്റിൽ അധികം ഒന്നും ഇടപെടാൻ പാടില്ല എന്നുള്ളത്. മിനിമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഒരു നെസസറി ഈവൾ ആയിട്ടാണ് നെഗറ്റീവ് ലിബർട്ടിയിൽ കണ്ടത്. വരാസ് പോസിറ്റീവ് ലിബർട്ടിയിൽ സ്റ്റേറ്റിന് ഒരു പോസിറ്റീവ് റോളാണ് കൊടുത്തത്. ജസ്റ്റ് ഫ്രീ ടു ഡു സംതിങ്. പിന്നെ ലിബർട്ടിയിൽ JS മില്ലും ലിബർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. JS മില്ലിന്റെ ഒരു ഇമ്പോർട്ടന്റ് വർക്കാണ് ഓൺ ലിബർട്ടി എന്ന് പറഞ്ഞത്. അദ്ദേഹം അതിൽ അദ്ദേഹത്തിന്റെ വ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രീഫായിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അത്രയും ടൈം ഉണ്ടാവില്ല അല്ലെ എല്ലാ ടോപ്പിക്കും ഒന്നിൽ കവർ ചെയ്യാൻ വേണ്ടി. പിന്നെ ജെറാൾഡ് മെക്കൽ, ഇസായ് പെർലിൻ എന്ന് പറഞ്ഞ തിങ്കർ ലിബർട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് കോൺസെപ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. വെറാസ് ജെറാൾഡ് മെക്കലും പറയുന്ന വെച്ചാൽ ലിബർട്ടി എന്ന് പറയുന്നത് രണ്ട് കോൺസെപ്റ്റ് അല്ല, ഇറ്റ് ഈസ് എ സിംഗിൾ കോൺസെപ്റ്റ് എന്നാണ് ജെറാൾഡ് മെക്കലും പറയുന്നത്. ഇനി ലിബറലിസം.
ലിബറലിസം എന്താണ്? ഈ ലിബർട്ടി എന്നുള്ള ഐഡിയയിൽ നിന്നുണ്ടായ ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിന്റെ മെയിനായി ടെനറ്റ്സ് എന്തൊക്കെയാണ്? ഇൻഡിവിജ്വലിസം, അതായത് ഇൻഡിവിജ്വൽസിനാണ് എന്താണ് പ്രയോറിറ്റി കൂടുതൽ. പിന്നെ നാച്ചുറൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്തത്. നാച്ചുറൽ റൈറ്റ്സ് എന്താണ്? ആരെങ്കിലും ഒന്ന് പറയോ നാച്ചുറൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടും പറയാം, ചാറ്റിലും പറയാം. ഏതൊക്കെയാണ് നാച്ചുറൽ റൈറ്റ്സിൽ വരുന്നത്? ആരും റിപ്ലൈ ഒന്നും തരുന്നില്ല. ഞാൻ ഓഡിബിൾ അല്ലേ? ഏതൊക്കെയാണ് നാച്ചുറൽ റൈറ്റ്സ്? യെസ്, ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി അല്ലെ? ഓക്കെ. അപ്പം അത് ലിബറലിസം എന്നുള്ള ഐഡിയോളജി ആ ഒരു ഇതിനെയാണ് ഫോളോ ചെയ്യുന്നത്, ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. പിന്നെ നെഗറ്റീവ് ലിബർട്ടി നമ്മൾ പറഞ്ഞു, എന്താണ്? ഫ്രീ ഫ്രം ഇന്റർഫറൻസ് അല്ലെ? പിന്നെ സ്റ്റേറ്റിന് ഒരു നെസസറി ഈവിൾ ആയിട്ടാണ് കണ്ടത്. മിനിമൽ സ്റ്റേറ്റിന് ചെറിയ റോള് മാത്രമേ ഉള്ളൂ. ഇവരെ എന്താണ് ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി എന്താണ് സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്റ്റേറ്റിന്റെ റോള് എന്നാണ് പറയുന്നത്. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്, ടോളറൻസ്, ഇതൊക്കെയാണ് ലിബറലിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള ടെനറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഒരു റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു അസേർഷനും തന്നിട്ടുണ്ട്, ഒരു റീസണും തന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിൽ ഈ റീസൺ സ്റ്റേറ്റ്മെന്റ് അസേർഷന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അസേർഷൻ എന്താ കൊടുത്തിട്ടുള്ളത്? ജസ്റ്റിസ് ഫോർ ഓൾ ഇസ് കമ്പാറ്റബിൾ വിത്ത് ഇക്വാലിറ്റി. ജസ്റ്റിസ് എന്നുള്ളത് ഇക്വാലിറ്റി ആയിട്ട് കമ്പാറ്റബിൾ ആണോ? ഡു ദേ ബോത്ത് ഗോ വെൽ ടുഗെദർ? പിന്നെ ജസ്റ്റിസ് റിക്വയർസ് പോസിറ്റീവ് ലിബർട്ടി. ജസ്റ്റിസിന് പോസിറ്റീവ് ലിബർട്ടി വേണമെന്നാണ് പറയുന്നത്. രണ്ടും കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിൽ റീസൺ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ആൻസർ വന്നിട്ടുണ്ട് സി. ഓക്കെ, എനിവൺ എൽസ്? ഞാൻ പറഞ്ഞല്ലോ, തെറ്റാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് പഠിച്ച് വരാന്നുള്ളതാണ്. ബി. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലെ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് B. That is, both A and R are correct, but R is not the correct explanation of A. നമുക്ക് കാണുമ്പോൾ എക്സ്പ്ലനേഷൻ ആയിട്ട് തോന്നും, പക്ഷെ എക്സ്പ്ലനേഷൻ അല്ല. നമുക്ക് ഒന്ന് നോക്കാം എന്താണ്. എന്താ? ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ഇക്വാലിറ്റി ആർ കമ്പാറ്റബിൾ ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താ? ജസ്റ്റിസ് എന്ന് പറഞ്ഞാല് എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഫെയർ ആയിട്ട് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റിയും കൊണ്ടും പറയുന്നത് അല്ലെ? അത് ഏകദേശം അലൈൻ ആവുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? പോസിറ്റീവ് ലിബർട്ടി എന്നുള്ള കോൺസെപ്റ്റ് ജസ്റ്റിസ് ആയിട്ട് റെലവെന്റ് ആണെന്നാണ് പറയുന്നത്. കാരണം പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോസിറ്റീവ് റോൾ ഓഫ് ദി സ്റ്റേറ്റ് അല്ലെ? സ്റ്റേറ്റ് വെൽഫെയറിന് വേണ്ടി ഇതാക്കാം. അപ്പം ജസ്റ്റിസ് ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ വിത്ത് നെസസറി റിസോഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു എക്സസൈസ് ദർ ഫ്രീഡം എഫക്റ്റീവ്ലി. ജനങ്ങൾക്ക് അവർക്ക് നെസസറി ആയിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ജസ്റ്റിസുമായിട്ട് വരുന്നത്. പക്ഷെ ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അങ്ങനെ ഡയറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള വേർഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓർ പ്രൊവൈഡ് എ കാഷ്വൽ റിലേഷൻഷിപ്പ് ഫോർ ദ അസേർഷൻ.
ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ള വേർഡ്സ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഈവൻ തോ രണ്ടും കറക്റ്റ് ആണെങ്കിലും ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പൊ നമുക്ക് ജസ്റ്റിസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസും റിസോഴ്സസും കൊടുക്കുക എന്നുള്ളതാണ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇത് ജസ്റ്റിസിന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ 2023 ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ 2022 21 വന്ന ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഇതാണ്. ജസ്റ്റിസ് ആസ് ദി ഫസ്റ്റ് വിർച്യൂ ഓഫ് എനി സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞത് ആരാണ്? അത് ജോൺ റോൾസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു സോഷ്യൽ ഓർഡറിന്റെ ഫസ്റ്റ് വിർച്യൂ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണെന്ന് ആരാ മുന്നോട്ട് വെച്ചത്? ജോൺ റോൾസ് ആണ്. പിന്നെ പ്ലാറ്റോന്റെ ജസ്റ്റിസ് എന്താണ്? ഇറ്റ് ഇസ് ഡൂയിങ് വൺസ് ഓൺ ഡ്യൂട്ടി ആസ് പെർ വൺ സ്റ്റേഷൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ വൺ മാൻ വൺ വർക്ക് വൺ ക്ലാസ് വൺ ഡ്യൂട്ടി എന്നുള്ളത് പ്ലാറ്റോ മുന്നോട്ട് വെച്ച ജസ്റ്റിസിന്റെ ഐഡിയ ആണ്. അപ്പൊ പ്ലാറ്റോന്റെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇതാന്ന് ഓർമ്മിച്ച് വെക്കാം. ജോൺ റോൾസ് പറഞ്ഞത് ജസ്റ്റിസ് ഇസ് ദ ഫസ്റ്റ് വിർച്യൂ ഓഫ് എനി സോഷ്യൽ ഓർഡർ. പ്ലാറ്റോന്റെ എന്താ? വൺ മാൻ വൺ വർക്ക് വൺ ക്ലാസ് വൺ ഡ്യൂട്ടി. അതായത് ജസ്റ്റിസ് ഇസ് ഡൂയിങ് വൺസ് ഓൺ ഡ്യൂട്ടി ആസ് പെർ വൺസ് ഓൺ സ്റ്റേഷൻ ഓഫ് ലൈഫ്. ഇനി റോബർട്ട് നോസിക്കിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ പഠിച്ചിട്ടുണ്ടാവും. റോബർട്ട് നോസിക്കിന്റെ എൻടൈറ്റിൽമെന്റ് തിയറി ഓഫ് ജസ്റ്റിസും പ്ലാറ്റോന്റെ തിയറി ഓഫ് ജസ്റ്റിസും ഒക്കെ. ഇല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലും പറഞ്ഞു പോകും. ഓക്കെ, അപ്പം എന്താണ് റോബർട്ട് നോസിക്കിന്റെ തിയറി ഓഫ് ജസ്റ്റിസ്? ഏതൊക്കെയാണ്? എൻടൈറ്റിൽമെന്റ് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊസീജറൽ തിയറി, അല്ലെങ്കിൽ റെക്ടിഫിക്കേറ്ററി ജസ്റ്റിസ് എന്ന് പറയും. പിന്നെ ജസ്റ്റിസ് ആസ് മുച്വൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ആരാണ്? ഡേവിഡ് ഗൗതർ എന്ന് പറഞ്ഞൊരു തിങ്കറാണ്. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദിസ് ഈസ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് റിഗാർഡിംഗ് ജനറേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പം നിങ്ങൾ റൈറ്റ്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും 3 ജനറേഷൻ ആയിട്ടാണ് റൈറ്റ്സിന്റെ എവല്യൂഷനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പം ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ. അപ്പൊ ഏത് ജനറേഷനിൽ ഏത് റൈറ്റ്സിനാണ് ഫോക്കസ് കൊടുത്തതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നിങ്ങൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ വരുന്നത് ഡി. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അറിയാവുന്ന തന്നെ ആയിരിക്കും അല്ലേ? പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ് തീർക്കാം. ഓക്കെ, മറിയ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിവൺ എൽസ്? ഓക്കെ, ഇനി ആരും പറയണ്ടോ? ആണല്ലോ, എന്തായാലും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, യൂസിനേറ്റിന് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് ആൻസറിലേക്ക് പോകാൻ തോന്നുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഇസ് യെസ്, ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് എ, സ്റ്റേറ്റ്മെന്റ് ഡി ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇ. എന്താ പറയുന്നത്? ഫസ്റ്റ് ജനറേഷൻ എന്തിനാണ് ഫോക്കസ് ചെയ്തത്? സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന്, അല്ലെ? സെക്കൻഡ് ജനറേഷൻ എന്തിനാ ഫോക്കസ് ചെയ്തത്? ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. തേർഡ് ജനറേഷൻ എന്തിനാ ഫോക്കസ് ചെയ്ത്? കളക്റ്റീവ് റൈറ്റ്സ്. അപ്പൊ എന്താണ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്ക് നോക്കാം, അല്ലെ? റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സ്റ്റേറ്റ് അവരുടെ സിറ്റിസൺസിന് കൊടുക്കുന്ന ക്ലെയിം ആണ്, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് ആണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം റൈറ്റ്സ് ഇതാ 3 ജനറേഷൻ ആയിട്ടാണ് റൈറ്റ്സിന്റെ എവല്യൂഷനെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെ എന്താണ്? ഫസ്റ്റ് ജനറേഷനിൽ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ജനറേഷനിൽ സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ആണ്. തേർഡ് ജനറേഷനിലാണ് ഗ്രൂപ്പ് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, കളക്റ്റീവ് റൈറ്റ്സ് ഒക്കെ വരുന്നത്. ഇനി പിന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് റൈറ്റ്സ് ഉണ്ട്, അല്ലെ? അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുക്കാതിരുന്നത്. പൊളിറ്റിക്കൽ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്, അതൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇത്
യൂഷ്വലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ റൈറ്റ്സിനെ നോൺസെൻസ് അപ്പോൺ സ്റ്റിൽസ് ആരാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ആരാണ്? ഇറ്റ്സ് ജെറമി ബെന്തം. ഓക്കെ, ജെറമി ബെന്തം ലീഗൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ജെറമി ബന്താണ് നാച്ചുറൽ റൈറ്റ്സിന് നോൺസെൻസ് അപ്പോൺ സ്റ്റിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. നാച്ചുറൽ റൈറ്റ്സിന് പ്രൊപ്പോണന്റ് ആരായിരുന്നു? ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരാണ് നാച്ചുറൽ റൈറ്റ്സിന് സപ്പോർട്ട് കൊടുത്തിരുന്നത്? നാച്ചുറൽ റൈറ്റ്സിന്റെ മെയിൻ പ്രൊപ്പോണന്റ് ആരായിരുന്നു? ഒരുപാട് പേരുണ്ട്, എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരാളെ പേര് പെട്ടെന്ന് ചാറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേ. യെസ്, ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക് ആണ് നാച്ചുറൽ റൈറ്റ്സിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ജെറമി ബെന്തം എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ്സിനാണ് സപ്പോർട്ട് കൊടുത്തത്. അദ്ദേഹം നാച്ചുറൽ റൈറ്റ്സിന് നോൺസെൻസ് സപ്പോർട്ട് സ്റ്റിൽസ് എന്നാണ് പറഞ്ഞത്. പിന്നെ റൈറ്റ്സിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ബെന്തം. എന്താണ്? റൈറ്റ്സ് പ്രോപ്പർലി സോ കോൾഡ് ആർ ക്രിയേഷൻസ് ഓഫ് ലോ പ്രോപ്പർലി സോ കോൾഡ്. ഇതും ബെന്താമ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇത് ക്വസ്റ്റനിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ജെറമി ബെന്തമാണ് പറഞ്ഞത്. ഇനി റൈറ്റ്സ് ആസ് ട്രംപ് എന്നുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് റൊണാൾഡ് ഡോക്കിൻ ആണ്. പിന്നെ ഹെറോൾഡ് ജെ ലാസ്കി, ഇദ്ദേഹം റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞാൽ എവറി സ്റ്റേറ്റ് ഇസ് നോൺ ബൈ ദ റൈറ്റ് ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്സിന്റെ ഒരു ഡെഫിനിഷനിൽ വരെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഇതാണ് എവറി സ്റ്റേറ്റ് ഇസ് നോൺ ബൈ ദ റൈറ്റ് ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡിഗ്രിക്ക് ഇത് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അത് ഹെറോൾഡ് ജെ ലാസ്കി ആണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ എല്ലാ സ്റ്റേറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സ് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റേറ്റിന് അറിയപ്പെടുന്നതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് റൈറ്റ്സ് ഇൻ ഫാക്ട് ആർ ദോസ് കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ലൈഫ് വിത്തൗട്ട് വിച്ച് നോ മാൻ ക്യാൻ സീക്ക് ഇൻ ജനറൽ ടു ബി ഹിംസെൽഫ് അറ്റ് ഹിസ് ബെസ്റ്റ്. ഇതും ആര് പറഞ്ഞ ഡെഫിനിഷനാണ്? ലാസ്കി പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. ഇനി പിന്നെ ലിബറൽ തിയറി ഓഫ് മൈനോറിറ്റി റൈറ്റ്സ്, ഇത് ഈ കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് വിൽ കിംബ്ലിക്കാണ്. നമ്മൾ വിൽ കിംബ്ലിക്കനെ മൾട്ടി കൾച്ചറലിസം എന്നുള്ള കോൺസെപ്റ്റിൽ നോക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് റൈറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ്സിൽ എന്തൊക്കെ പഠിച്ചു? റൈറ്റ്സ് എന്താ നോക്കി. റൈറ്റ്സ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി അല്ലെങ്കിൽ ക്ലെയിംസ് ആണ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നത്. സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലെയിംസ് ആണ്. ഈ റൈറ്റ്സിന്റെ കൂടെ അവർക്ക് ഡ്യൂട്ടിയും കൂടി പെർഫോം ചെയ്യാനുണ്ടാവും. ഓക്കെ, റൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ആണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ കൺട്രിക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മള് ഡ്യൂട്ടീസ് ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ടാവും. അത് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് അലൈൻ ചെയ്യും പോകുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് സക്സസ്ഫുൾ ആകുന്നത്. പിന്നെ 3 ജനറേഷൻ പഠിച്ചു. ഇനി ബെന്താമിന്റെ ഡെഫിനേഷൻ നോക്കി. റൈറ്റ്സ് ആസ് ട്രംപ് എന്നുള്ളത് റൊണാൾഡ് ഡോക്കിനാണ് മുന്നോട്ട് വെച്ചത്. ലിബറൽ തിയറി ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് വിൽ കിംബ്ലിക്കാണ് മുന്നോട്ട് വെച്ചത്. പിന്നെ ഹെറോൾഡ് ജെ ലാസ്കിന്റെ ഡെഫിനിഷൻസും നോക്കി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിൽ പോവാം. Who among the following thinkers is an advocate of cosmopolitan democracy? കോസ്മോപൊളിറ്റൻ ഡെമോക്രസി എന്ന് പറഞ്ഞ ഐഡിയ ഏത് തിങ്കറാണ് മുന്നോട്ട് വെച്ചത്? ഇവിടെ 4 തിങ്കർ ഉണ്ട്. ഇതില് 3 നെയിം നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അല്ലെ. പ്ലേറ്റോനെ പിന്നെ നമുക്ക് എന്തായാലും അറിയാം, ഹെഗലിനെ അറിയാം, ഇമ്മാനുവൽ കാന്തിനെ അറിയാം, എസ് ഡി ലോറൻസ് കേട്ടിട്ടുണ്ടാവും. എന്നാലും ഇതിലാരാണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസി എന്നുള്ള ഇത് മുന്നോട്ട് വെച്ചത്? ഓക്കെ, എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്ത? പറഞ്ഞല്ലോ ഇവിടെ ആരും ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഇമ്മാനുവൽ കാന്ത്. ഓക്കെ, others? See. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം അല്ലെ. എല്ലാവരും റെസ്പോണ്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും പറയണമെങ്കിൽ പെട്ടെന്ന് തന്നെ പറയാം. നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് യെസ്, ഇമ്മാനുവൽ കാന്ത്. ഇമ്മാനുവൽ കാന്ത് ആണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസിന്റെ അഡ്വക്കേറ്റ്. അപ്പൊ എന്താണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസി? എന്താണ് കോസ്മോപൊളിറ്റനിസം? എന്താണ് അതെന്ന് വെച്ചാല് ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് എ സിംഗിൾ കമ്മ്യൂണിറ്റി. എല്ലാ മനുഷ്യന്മാരും ഒരു സിംഗിൾ കമ്മ്യൂണിറ്റിന്റെ മെമ്പേഴ്സ് ആണെന്നാണ് കോസ്മോപൊളിറ്റനിസം എന്ന് പറഞ്ഞ ഐഡിയ പറയുന്നത്. അപ്പൊ കോസ്മോപൊളിറ്റൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രസിയുടെ വാല്യൂസും
പ്രിൻസിപ്പിൾസും ഗ്ലോബലി അപ്ലൈ ചെയ്യാം. അതായത് ഒരു ഗ്ലോബലി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിംഗുലർ നേഷൻ എന്നുള്ളതിലല്ല, ഒരു ബൗണ്ടറിക്ക് അപ്പുറത്ത് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും പൊളിറ്റിക്കൽ പവർ ഒരേപോലെ ഷെയർ ചെയ്യാന്നുള്ളതാണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാ, ഷെയർഡ് പൊളിറ്റിക്കൽ പവർ എമംഗ് ഓൾ പീപ്പിൾ ആൻഡ് ഗ്ലോബൽ റൂൾ ഓഫ് ലോ. ഒരു എന്താണ് ഇന്റർനാഷണൽ ഡെമോക്രാറ്റിക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഇമ്മാനുവൽ കാന്തിന്റെ നോക്കുകയാണെങ്കിൽ, കാന്ത് എന്താ പറഞ്ഞിട്ടുള്ള ഒരു വേൾഡ് ഫെഡറേഷൻ ഓഫ് ഫ്രീ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദ ഐഡിയ ഓഫ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, അതായത് ഇൻഡിവിജ്വൽസിനെ ഒരു സ്റ്റേറ്റിന്റെ ഇതിൽ മാത്രം കൺഫൈൻ ചെയ്യാതെ മൊത്തത്തിൽ ഗ്ലോബലി ഒരു സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇമ്മാനുവൽ കാന്ത് മുന്നോട്ട് വെച്ചത്. സോ നമുക്ക് എന്താ ഇത് രണ്ടും ഏകദേശം ഇതായതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, കാന്താണ് കോസ്മോപൊളിറ്റൻ ഡെമോക്രസിയുടെ അഡ്വക്കേറ്റ് എന്ന് മനസ്സിലാക്കുക അല്ലേ. His proposition about world federation, global citizenship and cosmopolitan rights bear significant. ഞാൻ പറയുമ്പോൾ സ്റ്റക്ക് ഉണ്ടോ? എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണ് എനിക്കുണ്ട്. I hope I'm audible and clear. അപ്പൊ നമുക്ക് ഡെമോക്രസി, നമ്മള് ലിബർട്ടീനെ കുറിച്ച് നോക്കി, പിന്നെ എന്തൊക്കെയായിരുന്നു നോക്കി, അങ്ങനെ നമ്മൾ 2-3 റൈറ്റ്സിനെ കുറിച്ചൊക്കെ നോക്കി. ഇനി ഡെമോക്രസി എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്? ഡെമോക്രസി എവറിബഡി നോസ് അല്ലേ. എന്താണ് ഡെമോക്രസി? ഇറ്റ് ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഗവൺമെന്റ് ഓഫ് കൺട്രി സെലക്ടഡ് ബൈ ദ പീപ്പിൾ. നമ്മള് പീപ്പിള് എലക്ട് ചെയ്യുന്ന അല്ലെ, നമ്മുടെ ഗവൺമെന്റിന് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഡെമോക്രസി എന്ന് പറയാം. മെയിൻ ആയിട്ട് ലിബർട്ടി, ഇക്വാലിറ്റി, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണ് എസെൻഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡെമോക്രസി ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ്? ലിബറൽ ഡെമോക്രസി, എലിറ്റിസ്റ്റ് തിയറി, പ്ലൂറലിസ്റ്റ് തിയറി, ഡെലിബറേറ്റീവ് ഡെമോക്രസി, മാർക്സിസ്റ്റ് തിയറി, കോസ്മോപൊളിറ്റൻ ഡെമോക്രസി, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി എന്താണ് ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അത് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പൊ ഇത്രയാണ് ഡെമോക്രസിയിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following has used the term internal restriction and external restriction in the discourse of multiculturalism? Multiculturalism എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ആണ്. അതിൽ ഇന്റേണൽ റെസ്ട്രിക്ഷൻ, എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ എന്നുള്ള ടേം ആരാണ് യൂസ് ചെയ്തത്? ഇതിലെ ആരാണ് യൂസ് ചെയ്തത് പറയാം. ബി. ഓക്കെ, ബി. ഓക്കെ, ഇനി ആരും പറയില്ല. ഓക്കെ, ബി. യെസ്. ആയോ? എല്ലാരും പറഞ്ഞോ? നമുക്ക് ആൻസർ നോക്കാം അല്ലെ. സോ യാ, സോ ദ കറക്റ്റ് ആൻസേഴ്സ്, യു ഓൾ ഗൈസ് ആർ കറക്റ്റ്. ഇറ്റ് ഈസ് ബി. വിൽ കിംബ്ലിക്ക് ആണ് ഇന്റേണൽ റെസ്ട്രിക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ എന്നുള്ള ടേംസ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഈ എന്താണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്മുടെ കൺട്രി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് റിലീജിയൻ എന്നുള്ള ഡിഫറെന്റ് കൾച്ചർ എന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അല്ലെ. അപ്പം അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് എത്രത്തോളം പരിഹരിക്കാൻ വേണ്ടി പറ്റും, അതിനുള്ള പോളിസീസ് ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റും, അങ്ങനെ അതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായ ഒരു ഐഡിയോളജിയാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഇപ്പം അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഗ്രൂപ്പുകൾ, അവരുടെ റൈറ്റ്സും അവരുടെ പ്രിവിലേജസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. ഇറ്റ് അപ്ഹോൾഡ്സ് കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി. അതായത്
എന്താണ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരെ റേഷ്യൽ എത്നിക് ലാംഗ്വേജ് ഡിഫറൻസിനൊക്കെ ഒരുമിച്ച് ഇതാക്കുക എന്നുള്ളതാണ്. It recommend the policies which promote accommodation of cultural diversity in a social structure. കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് എന്ന് പറയുന്നത് വിൽ കിംലിക്കും ബിക്കു പരേക്കുമാണ്. വേറെ ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് വിൽ കിംലിക്കും ബിക്കു പരേക്കിനെയാണ്. വിൽ കിംലിക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 3 സ്പെഷ്യൽ റൈറ്റ് 3 കൈൻഡ്സ് ഓഫ് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇത് ഒരുപാട് തവണ ഞാൻ ക്വസ്റ്റനിൽ കണ്ടിട്ടുണ്ട്. കൾച്ചറൽ റൈറ്റ്സ് ഓഫ് പോളി എത്നിക് റൈറ്റ്സ് ഇതാണ് ഫസ്റ്റത്തത്. സെൽഫ് ഗവൺമെന്റ് റൈറ്റ്സ് ഇസ് ദ സെക്കൻഡ് വൺ ആൻഡ് സ്പെഷ്യൽ റെപ്രസെന്റേഷൻ റൈറ്റ്സ് ഇസ് ദ തേർഡ് വൺ. അപ്പം വിൽ കിംലിക്ക 3 കൈൻഡ് ഓഫ് സ്പെഷ്യൽ റൈറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൾച്ചറൽ റൈറ്റ് അല്ലെങ്കിൽ പോളി എത്നിക് റൈറ്റ്സ്, സെൽഫ് ഗവൺമെന്റ് റൈറ്റ്സ്, സ്പെഷ്യൽ റെപ്രസെന്റേഷൻ റൈറ്റ്സ്. ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. ഇത് ഞാൻ ക്വസ്റ്റനിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പിന്നെ വിൽ കിംലിക്കയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് മൾട്ടി കൾച്ചറൽ സിറ്റിസൺഷിപ്പ്. അത് 1995 എഴുതിയിട്ടുള്ളത്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ ബുക്സും ഇയറും എന്തായാലും പഠിച്ചു വെക്കണം. കാരണം മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ചോദിക്കാറുണ്ട്. എന്താണ് ആദ്യമൊക്കെ മാച്ച് ദി ഫോളോയിങ് ആയിട്ടായിരുന്നു ചോദിക്കാറ്. പിന്നെ അത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു, ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറയണ്ട. അപ്പൊ നമ്മൾ എന്തായാലും ഇയർ പഠിച്ചു വെക്കണം അല്ലെ, എന്നാലേ നമുക്ക് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം മൾട്ടി കൾച്ചറൽ സിറ്റിസൺഷിപ്പ് 1995 വിൽ കിംലിക്ക് എഴുതിയത്. അപ്പൊ ഓദറിനെ നോക്കുക, ബുക്കിന്റെ പേര് പഠിക്കുക, ഇയറും പഠിക്കുക. ഇതിലെ കണ്ടന്റ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് 3 മെയിൻ ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് തിങ്കർ ബിക്കു പരേക്കാണ്. ബിക്കു പരേക്ക് എന്താ പറഞ്ഞത്? ഹ്യൂമൻസ് ആർ കൾച്ചറലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഹ്യൂമൻസ് കൾച്ചറലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം അവരേത് ഗ്രൂപ്പ് എന്താണ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ആർ ഷേപ്ഡ് ബൈ ദ ഗ്രൂപ്പ് ടു വിച്ച് ദേ ബിലോങ്. അവർ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അതിനനുസരിച്ചാണ് അവർ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഷേപ്പ് ചെയ്യുന്നതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ബിക്കു പരേക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് വർക്കാണ് റീതിങ്കിങ് മൾട്ടി കൾച്ചറലിസം. അത് അദ്ദേഹം 2000 എഴുതിയത്. ഓക്കെ, അപ്പൊ മൾട്ടി കൾച്ചറലിസത്തിൽ മെയിൻ ആയിട്ട് 2 തിങ്കേഴ്സ് ആണുള്ളത്, വിൽ കിംലിക്കും ബിക്കു പരേക്കും. വിൽ കിംലിക്കയുടെ ഇമ്പോർട്ടന്റ് വർക്കാണ് മൾട്ടി കൾച്ചറൽ സിറ്റിസൺഷിപ്പ്. അത് 1995 എഴുതിയത്. പിന്നെ ബിക്കു പരേക്കിന്റെ ഇമ്പോർട്ടന്റ് ആണ് റീതിങ്കിങ് മൾട്ടി കൾച്ചറലിസം. അത് 2000 അദ്ദേഹം എഴുതിയത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്? വാട്ട് ആർ ദ സെൻട്രൽ ബിലീഫ്സ് ഓഫ് കൺസർവേറ്റിസം? കൺസർവേറ്റിസത്തിന്റെ സെൻട്രൽ ബിലീഫ്സ് എന്തൊക്കെയാണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺസർവേറ്റിസം അറിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? ഓക്കെ, ഓക്കെ, ഐ തിങ്ക് ആൻസർ വന്നിട്ടുണ്ട്. ഞാനും പറയാനില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് എ ആൻഡ് ബി. ഏതൊക്കെയാണ്? ട്രഡീഷൻ, ഹൈറാർക്കി ആൻഡ് അതോറിറ്റി അല്ലെ? ഇതും ആണ് കൺസർവേറ്റിസത്തിന്റെ സെൻട്രൽ ബിലീഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൺസർവേറ്റിസം എന്താണെന്ന് നോക്കാം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ പേരൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ടു കൺസേർവ് അല്ലെ, അതായത് ഈ പ്രോഗ്രസീവിസം റിജക്ട് ചെയ്തുകൊണ്ട് ട്രഡീഷണൽ പ്രിൻസിപ്പിൾസിനെ തിരിച്ചു വിളിക്കാന്നുള്ള ഒരു ഇതാണ് കൺസർവേറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെന്ന് വെച്ചാൽ ദേ ആർ റിഫ്യൂസൽ ടു ചേഞ്ച്. അവർക്ക് മാറ്റങ്ങൾ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണോ അതിൽ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈല് ഇതാക്കി ഒതുക്കി നിൽക്കാന്നാണ് കൺസർവേറ്റിസം ആർഗ്യൂ ചെയ്യുന്നത്. ദേ ബിലീവ് ഇൻ എ ഹൈറാർക്കി, ഓർഡർ ആൻഡ് സോഷ്യൽ ട്രഡീഷൻസ്, കസ്റ്റംസ്, നോംസ് ആൻഡ് അതോറിറ്റി. പിന്നെ കൺസർവേറ്റിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള എക്സ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് എഡ്മണ്ട് ബർക്ക്. എഡ്മണ്ട് ബർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തിങ്കറാണ്. ഫാദർ ഓഫ് കൺസർവേറ്റിസം എന്നറിയപ്പെടുന്നത് എഡ്മണ്ട് ബർക്കിനെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയ 2 വർക്ക് ഉണ്ട്. എന്താണ്? എ വിൻഡിക്കേഷൻ ഓഫ് നാച്ചുറൽ സൊസൈറ്റി, റിഫ്ലക്ഷൻസ് ഓൺ ദ റവല്യൂഷൻ ഇൻ ഫ്രാൻസ്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയ വർക്കാണ്. ഇതാണ് എഡ്മണ്ട് ബർക്ക്. നെക്സ്റ്റ് തിങ്കർ ഇസ് അലക്സ് ഡി ടോക്യോവെല്ലി. അദ്ദേഹത്തിന്റെ ടോക്യോവെല്ലി, ഐ ഡോണ്ട് നോ ദ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കിയാൽ മതി, നമുക്ക് എക്സാമിന് പറയാനൊന്നും വേണ്ടല്ലോ.
ഡെമോക്രസി ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ വർക്ക് ആരാണ് എഴുതിയത്? അലക്സ് ഡി ടോക്യുവെൽ. ഇനി നെക്സ്റ്റ് തിങ്കർ ഈസ് മൈക്കിൾ ഓക്സ്ഷോട്ട്. മൈക്കിൾ ഓക്സ്ഷോട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു വർക്കാണ് ഇത്. ഓക്കെ, റാഷണലിസം ഇൻ പൊളിറ്റിക്സ് ആൻഡ് അതർ എസ്സേ, ഇതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ യെല്ലോയിൽ കൊടുത്തതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത്ര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം അദ്ദേഹം 3 വർക്കാണ് പറഞ്ഞിട്ടുള്ളത്: റാഷണലിസം ഇൻ പൊളിറ്റിക്സ് ആൻഡ് അതർ എസ്സേസ്, എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് മോഡ്, ഇൻട്രൊഡക്ഷൻ ടു ലെവിയാത്തൻ. നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ പഠിക്കാന്നുള്ളത് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, അതിന്റെ ഏതെങ്കിലും ഒരു കീവേഡ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പം ലെവിയാത്തൻ നമുക്കറിയാം ആരാ എഴുതിയത്. ലെവിയാത്തൻ ആരാ എഴുതിയത്? പെട്ടെന്നൊന്ന് പറഞ്ഞേ കമന്റ് ബോക്സിൽ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തോമസ് ഹോബ്സ് ആണ്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പം ലെവിയാത്തൻ നമുക്കറിയാം തോമസ് ഹോബ്സ് ആണ് എഴുതിയത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ലെവിയാത്തൻ ആരെഴുതിയത് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. മൈക്കിൾ ഓക്സ്ഷോട്ട് ആണ് അത് എഴുതിയത് എന്ന് ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതും അതേപോലെ തന്നെ നോക്കി വെക്കാം. പിന്നെ സോറി കേട്ടോ. അപ്പം ഇത്രയാണ് കൺസർവേറ്റിസം. കൺസർവേറ്റിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാണ്? എഡ്മണ്ട് ബർഗ്, അലക്സ് ഡി ടോക്യുവെൽ ആൻഡ് മൈക്കിൾ ഓക്സ്ഷോട്ട്. Any next question? Who among the following defined socialism as a chameleon which changes its color according to the environment? സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു കാമലിയോൺ പോലെയാണ്. കാമലിയോൺ എന്താണെന്ന് അറിയാം? ഓന്തിനെ പോലെയാണ്. ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അത് എൻവയോൺമെന്റിനനുസരിച്ച്, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കുന്നതാണ് സോഷ്യലിസം എന്നാണ്. ആരാണ് പറഞ്ഞത് ഇതിൽ? ABC. ഓക്കെ, നമുക്കെന്നാ ആൻസറിലേക്ക് പോവാം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ആക്ച്വലി സി, ദാറ്റ് ഇസ് റാംസെ മോയർ. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ. റാംസെ മോയർ ആണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തത് സോഷ്യലിസത്തിന്. അപ്പൊ നമുക്ക് സോഷ്യലിസം എന്താണെന്ന് നോക്കാം അല്ലെ. എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്? എന്താ, എവറിബഡി നോസ് അല്ലെ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ഒക്കെ സോഷ്യൽ ഓണർഷിപ്പിലായിരിക്കണം വേണ്ടത്. പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ല, മറിച്ച് ഇതൊക്കെ സോഷ്യലി ആയിരിക്കണം ഓണർഷിപ്പ് ഉണ്ടാവേണ്ടത്. പിന്നെ സോഷ്യലിസത്തിന് മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് ഉള്ളത്: ഇവല്യൂഷണറിയും റെവല്യൂഷണറിയും. ഇത് മാത്രമല്ല കേട്ടോ ടൈപ്പ്, മെയിൻ ആയിട്ടുള്ള 2 ഇതാണ്, ഇവല്യൂഷണറി ആൻഡ് റെവല്യൂഷണറി. ഇവല്യൂഷണറി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതാക്കുന്നതാണ് ഇവല്യൂഷണറി സോഷ്യലിസം. വേറാസ് റെവല്യൂഷണറി സോഷ്യലിസം എന്ന് പറയുന്നത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം, വയലൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് റെവല്യൂഷണറി സോഷ്യലിസം എന്ന് പറയുന്നത്. പിന്നെ സോഷ്യലിസം ഇസ് എ ക്ലസ്റ്റർ ഓഫ് ഐഡിയാസ്, വാല്യൂസ് ആൻഡ് തിയറി ലൈക്ക് കമ്മ്യൂണിറ്റി, കോപ്പറേഷൻ, ഇക്വാലിറ്റി, സോഷ്യൽ ക്ലാസ്, കോമൺ ഓണർഷിപ്പ്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഐഡിയാസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരാ? സോഷ്യലിസം ആണെന്ന് ഓർമ്മ വരാം അല്ലെ. കമ്മ്യൂണിറ്റി, കോപ്പറേഷൻ, സോഷ്യൽ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ, കോമൺ ഓണർഷിപ്പ്, ക്ലാസ്, സോഷ്യൽ ക്ലാസ്, ഇക്വാലിറ്റി, ഇതൊക്കെ സോഷ്യലിസം ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസും കോൺസെപ്റ്റുകളാണ്. പിന്നെ ഇതാ ജോസഫ് സ്കിംപീറ്റർ എന്ന് പറഞ്ഞൊരു റൈറ്ററുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, ഡെമോക്രസി. ഇതും മുമ്പ് UGC നെറ്റിന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം 1976 ഈ ഒരു വർക്ക് എഴുതിയത്. പിന്നെ സോഷ്യലിസത്തിൽ കുറച്ച് ടൈപ്സ് വരുന്നുണ്ട്. ഫാബിയനിസം, ഗിൽഡ് സോഷ്യലിസം, സിൻഡിക്കലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഫാബിയനിസം എന്ന് പറയുന്നത് പീസ്ഫുൾ ചേഞ്ച് ആണ്. ഗിൽഡ് സോഷ്യലിസം മീൻസ് പ്രൊഫഷണൽ റെപ്രസെന്റേഷൻ, സിൻഡിക്കലിസം ട്രേഡ് യൂണിയനിസം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ, അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പം എല്ലാവർക്കും സോഷ്യലിസം ഒക്കെ ആയില്ലേ. അപ്പം ആരാണ് സോഷ്യലിസത്തിന് കാമലിയോൺ വെച്ച് ഡിഫൈൻ ചെയ്തത്? ഇറ്റ്സ് റാംസെ മോയർ. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് അധികം ടൈം എടുക്കുന്ന എനിക്കറിയാം, വായിക്കാൻ ടൈം എടുക്കുമല്ലോ. നല്ല ടൈം എടുത്തോളി, ഒരു കുഴപ്പമില്ല, നമുക്ക് മെല്ലനെ ഇതാക്കാം. സോ arrange the following in the theoretical sequence in keeping with the Marxist conception or the materialistic conception of history.
ഇതിൽ 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ മാർക്സിസം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഡയലക്ടിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, ക്ലാസ് കോൺഫ്ലിക്ട്, പ്രൊളറ്റേറിയൻ റവല്യൂഷൻ, അങ്ങനെ ഒരുപാട് ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതാണ് ഇത് കറക്റ്റ് ആയിട്ട് സീക്വൻസിൽ കൊടുക്കാനാണ് പറയുന്നത്. ടൈം എടുത്ത് വായിക്കാം. എല്ലാരും വായിക്കുന്നില്ലേനെ? ഓക്കെ ഓക്കെ, അപ്പൊ ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആരെങ്കിലും സ്റ്റിൽ വായിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആവശ്യം ആരും റിപ്ലൈ തരുന്ന കാണുന്നില്ല. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ യു ഗൈസ് ആർ റൈറ്റ്. ദ കറക്റ്റ് ആൻസർ ഇസ് ബി. അപ്പൊ നമുക്ക് ഇതിന്റെ സീക്വൻസ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് മാർക്സിസം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എന്താണ് മാർക്സിസം? മാർക്സിസം appeared in the response to the oppressive condition created by the capitalist system. നമുക്കറിയാം ക്യാപിറ്റലിസത്തിനെതിരെ വന്നൊരു റിയാക്ഷൻ ആയിട്ട് വന്നൊരു ഐഡിയോളജിയാണ് മാർക്സിസം എന്ന് പറയുന്നത് അല്ലെ. കാൾ മാർക്സിന്റെ റൈറ്റിംഗ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായ ഒരു ഐഡിയോളജിയാണ് മാർക്സിസം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫിനോമിനെ ക്ലാസ് ലെൻസിലൂടെ അനലൈസ് ചെയ്യുക, ക്ലാസ് ലെൻസിലൂടെ കാണുക എന്നുള്ളതാണ് മാർക്സിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ടൈപ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് എന്താ? ക്ലാസിക്കൽ മാർക്സിസം, നിയോ മാർക്സിസം, നിയോ ക്ലാസിക്കൽ മാർക്സിസം, ഗ്രാംഷ്യനിസം, ക്രിട്ടിക്കൽ തിയറി. ഈ ഗ്രാംഷ്യനിസം എന്ന് പറയുന്നത് അന്റോണിയോ ഗ്രാംഷിയുടെ ഐഡിയാസ് വെച്ചിട്ടുണ്ടായ ഒരു ഇതാട്ടോ ഗ്രാംഷ്യനിസം. പിന്നെ നമുക്ക് ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ മെയിൻ ടെനറ്റ്സ് എന്തൊക്കെയാണ്? ഡയലക്ടിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം, ഡോക്ട്രിൻ ഓഫ് ക്ലാസ് കോൺഫ്ലിക്ട് ആൻഡ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഡയലക്ടിക്കൽ മെറ്റീരിയലിസം മാർക്സ് എവിടുന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്താന്ന് അറിയാം? പെട്ടെന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ആരുടെ ഏത് ഐഡിയ ഇൻസ്പയർഡ് ആയിട്ടാണ് മാർക്സ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന ഐഡിയ പറഞ്ഞത്? കമന്റ് തന്നെ. ഓക്കെ, ഹെഗൽ. ഹെഗൽ യെസ്, ഹെഗലിൽ നിന്ന് ഇൻസ്പയർഡ് ആയി. ഹെഗലിന്റെ ഡയലക്ടിക്കൽ ഐഡിയലിസം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് മാർക്സ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്നുള്ള എന്താണ് കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞ വെച്ചാൽ ഐഡിയ എല്ലാം മറിച്ച് മാറ്റർ ആണ് എല്ലാത്തിനെയും മെയിൻ എന്നാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം, പിന്നെ ഡോക്ട്രിൻ ഓഫ് ക്ലാസ് കോൺഫ്ലിക്ട് ആൻഡ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പൊ നമുക്ക് ഒന്ന് ചുരുക്കി എന്താന്ന് നോക്കാം. മാർക്സ് പറയുന്ന വെച്ചാൽ സൊസൈറ്റിയിൽ 2 കോമ്പറ്റീറ്റിംഗ് ക്ലാസ് ആണുള്ളത്, ബൂർഷ്യാസും പ്രോളറ്റേറിയറ്റും. അതായത് വർക്കിംഗ് ക്ലാസ്സും പിന്നെന്താ ഓണർഷിപ്പ് കീപ്പ് ചെയ്യുന്ന ക്ലാസ്സും. അപ്പൊ ബൂർഷ്യാസിന്റെ കയ്യിലാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണർഷിപ്പ് ഉള്ളത്, അവരാണ് ഓണേഴ്സ്. പ്രോളറ്റേറിയറ്റ് എന്ന് പറയുന്നത് ആരാണ്? വർക്കിംഗ് ക്ലാസ് ആണ്. അപ്പൊ മാർക്സ് പറയുന്നത് വെച്ചാൽ ഈ ബൂർഷ്യാസ് ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും? പ്രോളറ്റേറിയറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. എങ്ങനെ? സർപ്ലസ് വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ എന്താണ് സർപ്ലസ് വാല്യൂ? create value through the work but are only paid the minimum necessary for the survival. The difference, the surplus value, is pocketed by the bourgeois as profit. നമുക്കറിയാം ഒരു സാധനത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ലേബറിന്റെ വാല്യൂ ആണ്. അപ്പൊ ഈ ബൂർഷ്യാസ് അവര് ആ പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് മൊത്തത്തിലൊന്നും ഇവർക്ക് കൊടുക്കൂല. പ്രോലറ്റേറിയറ്റിന് അവര് ചെയ്ത വർക്കിനുള്ള വാല്യൂവിനുള്ള
പേയ്മെന്റ് കൊടുക്കൂല. മിനിമം നെസസറി മാത്രമേ, അവരുടെ സർവൈവലിന് പറ്റിയിട്ടുള്ള എമൗണ്ട് മാത്രമേ പേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു കൊടുത്ത എമൗണ്ടും ഈ ഒറിജിനൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ എമൗണ്ടിൽ നിന്നും കിട്ടുന്ന ഡിഫറൻസ് ആണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് ബൂർഷ്യാസിന്റെ കയ്യിൽ നമുക്കറിയാം പ്രോഫിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ സർപ്ലസ് വാല്യൂയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബൂർഷ്യാസ് പ്രോളറ്റേറിയറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പം ദിസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ക്രിയേറ്റ്സ് ആൻ ഇൻഹറന്റ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ബൂർഷ്യാസ് ആൻഡ് പ്രോളറ്റേറിയറ്റ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്ട് വരാണ്. അങ്ങനെ ക്യാപിറ്റലിസം ഡെവലപ്പ് ആവുന്ന ഒരു ക്ലാസ് ഡിസ്പാരിറ്റി, ഈ ബൂർഷ്യാസും പ്രോളറ്റേറിയറ്റും തമ്മിലുള്ള ഇത് ഇന്റൻസിഫൈ ആവാണ്. അങ്ങനെ പ്രോളറ്റേറിയറ്റ് റെവല്യൂഷൻ ഉണ്ടാവാണ്. And the working class overthrew the capitalist system and established a classless communist society. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ ഓവർത്രോ ചെയ്തുകൊണ്ട് അവിടെ ഒരു ക്ലാസ്ലെസ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഉണ്ടാവാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ സീക്വൻസിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് വൺ എന്താ, ടി, അതായത് സ്റ്റീം മെഷീനറി ആൻഡ് ദ മേക്കിംഗ് ഓഫ് മെഷീൻ ബൈ മെഷീനറി ട്രാൻസ്ഫോം ദ ഓൾഡർ മാനുഫാക്ചർ കാരിഡ് ഔട്ട് അണ്ടർ ഫ്യൂഡലിസം ഇൻ ടു മോഡേൺ ഇൻഡസ്ട്രി. നമുക്കറിയാം ഫ്യൂഡലിസത്തിൽ നിന്ന് ഈ ഒരു ഇതിലേക്ക് മാറിയത് ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രി വന്നു. ആൻഡ് കറണ്ട് റൂളിംഗ് ക്ലാസ് ഫ്യൂഡൽ ലോർഡ്സിൽ നിന്ന് ആരായി, ബൂർഷ്യാസ് ആയി മാറി. ആദ്യം ഫ്യൂഡൽ ലോർഡ്സ് ആയിരുന്നു ഫ്യൂഡലിസം ഉണ്ടായ ടൈമില്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഫ്യൂഡൽ ലോർഡ്സിൽ നിന്ന് ബൂർഷ്യാസിന്റെ കയ്യിൽ എന്താണ്, മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണർഷിപ്പ് വരാണ്. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, ഇൻക്രീസ് ആയി. കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ നല്ലോണം ഡെവലപ്പായി, കുറെ മെഷീൻ വന്നു, അങ്ങനെ ക്യാപിറ്റലിസം ഇതാവാൻ തുടങ്ങി. ആൻഡ് ഗ്രേറ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്തായി മാറി, വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ പ്രൊളറ്റേറിയൻസ് ആയി മാറി. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, സർപ്ലസ് വാല്യൂന്റെ ഇത് വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ സഹിച്ച് അവരൊരു റവല്യൂഷൻ തന്നെ ക്യാപിറ്റലിസത്തിനെതിരെ കൊണ്ടുവരാണ്. അങ്ങനെ പ്രോളറ്റേറിയറ്റ് പൊളിറ്റിക്കൽ പവർ സീസ് ചെയ്തുകൊണ്ട് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈ ബൂർഷ്യാസിന്റെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്കി മാറ്റി. ലാസ്റ്റ് എന്തായി, നമുക്കറിയാം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാർക്സിസത്തിൽ ഇല്ലാല്ലേ, സ്റ്റേറ്റ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്നാണ് മാർക്സ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഈ പ്രോളറ്റേറിയറ്റ് എന്തായി, ആ പ്രോളറ്റേറിയറ്റ് സ്റ്റേറ്റ് എന്നുള്ളത് അബോളിഷ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അപ്പം ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഏഞ്ചൽസ് ഈ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിനെയാണ് മാർക്സിസ്റ്റ് ഫിലോസഫിയുടെ കോർണർ സ്റ്റോൺ ആയിട്ട് കണ്ടത്. ഓക്കെ, കോർണർ സ്റ്റോൺ ആയിട്ട് കണ്ടത് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററിനെയാണ്. ഓക്കെ, ഐ ഹോപ്പ് യു ആൾ ആർ ക്ലിയർ വിത്ത് ദിസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഞാനിനി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയൊന്നും അറിയില്ല. നമ്മൾ പണ്ട് ഡിഗ്രിക്കൊക്കെ പഠിച്ചതാണല്ലേ. ഈ ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുക്കാത്ത ആൾക്കാർക്കായാലും പെട്ടെന്ന് തന്നെ മനസ്സിലാവും, വായിച്ചതിനോട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. No worries. Any next question. Which of the following statements are true in ecological approach? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇക്കോളജിസം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവേണ്ടതാണ്. ടേം ഇക്കോളജി ഗ്രീക്ക് റൂട്ട് ഉണ്ടോ? ഇക്കോളജി എന്നുള്ള ടേം ഗ്രീക്ക് വേർഡ് നിന്നാണോ വന്നത്? ഏർണസ്റ്റ് ഹാക്കൽ ആണോ ഇക്കോളജി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത്? പിന്നെ എൻവയോൺമെന്റലിസം ഇക്കോളജിസം തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആൻഡ്രൂ ഡോബ്സൺ ആണോ കൊണ്ടുവന്നത്? ഗ്രീൻ ഐഡിയോളജി ഡിബേറ്റ് 16th സെഞ്ചുറി ഡിബേറ്റ് ആണോ? ഏതൊക്കെയാണ് കറക്റ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത് ഇവിടുന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, okay. So yes, you guys are correct. Correct answer is A. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം അല്ലെ, ഇക്കോളജിസ് എന്താണെന്നും അതിന്റെ ഇതൊക്കെ നോക്കാം. ഇക്കോളജിക്കൽ അപ്രോച്ച്, ഇക്കോളജി എന്നുള്ള വേർഡ് ഏത് വേർഡ് നിന്നാണ് വന്നത്? ഓയ്ക്കോസ് എന്നുള്ള ഗ്രീക്ക് വേർഡ് നിന്നാണ് ഇക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ആയത്. പിന്നെ ഏർണസ്റ്റ് ഹേക്കൽ ആണ് 1866 അദ്ദേഹം ഇക്കോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തത്. ഇക്കോളജിന്റെ ഡെഫിനിഷൻ എന്താ? ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ കണക്ഷൻ ബിറ്റ്വീൻ ലിവിംഗ് ക്രിയേച്ചേഴ്സ് ആൻഡ് ദർ എൻവയോൺമെന്റ്. ലിവിംഗ് ക്രിയേച്ചേഴ്സും എൻവയോൺമെന്റും തമ്മിലുള്ള കണക്ഷനെ പറ്റിയുള്ള ഒരു
സ്റ്റഡി ആണ് ഇക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ, അപ്പൊ ഈ ഇക്കോളജിസം എന്ന് പറയുന്നത് എന്താണ്? ഇക്കോളജി എന്ന് പറയുന്നത് എന്താ? രണ്ടിന്റെയും കണക്ഷൻ തമ്മിലുള്ള സ്റ്റഡി. ഇക്കോളജിസം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷനെതിരെയുള്ള ഒരു റിയാക്ഷൻ ആണ് ഇക്കോളജിസം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു, അതിനുവേണ്ടി നേച്ചറിനെ നമ്മൾ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പം അതിനെതിരെ അതിന് റിയാക്ഷൻ ആയിട്ട് വന്നൊരു ഇതാണ് ഇക്കോളജിസം എന്ന് പറയുന്നത്. അപ്പം ആൻഡ്രൂ ഡോബ്സൺ എന്ന തിങ്കറാണ്, ബ്രിട്ടീഷ് ഇക്കോളജിസ്റ്റ് ആണ് എൻവയോൺമെന്റലിസം ഇക്കോളജിസം തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നത്. ഓർമ്മിച്ചേക്ക, ആരാണ് എൻവയോൺമെന്റലിസം ഇക്കോളജിസം തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നത്? ആൻഡ്രൂ ഡോബ്സൺ. വെറാസ് ഡീപ്പ് ഇക്കോളജിയും ഷാലോ ഇക്കോളജി എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ആരാണ് കൊണ്ടുവന്നത്? ആർണിനാസ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ 3 തിങ്കറിനെ കുറിച്ച് പഠിച്ചേക്കും. ആരാണ് ഇക്കോളജി കോയിൻ ചെയ്തത്? ഏണസ്റ്റ് ഹേക്കൽ. ആരാണ് എൻവയോൺമെന്റലിസം ഇക്കോളജിസം തമ്മിൽ ഡിസ്റ്റിങ്ഷൻ നടത്തിയത്? ആൻഡ്രൂ ഡോബ്സൺ. ഡീപ്പ് ഇക്കോളജിയും ഷാലോ ഇക്കോളജിയും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ നടത്തിയത് ആർണിനാസ്. ഇതപ്പോ ഓർമ്മിച്ച് വെക്കുക, എന്തായാലും ചോദിക്കുന്നതാണ്. ഇക്കോളജിസത്തിന് മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. അപ്പം ഡീപ്പ് ഇക്കോളജി, ഷാലോ ഇക്കോളജി എന്താ നോക്കാം. ഡീപ്പ് ഇക്കോളജി എന്താണ്? ഇറ്റ് റിജക്ട് ദ ബിലീഫ് ദാറ്റ് ഹ്യൂമൻ സ്പീഷീസ് ആർ സുപ്പീരിയർ. ഹ്യൂമൻസ് ആണ് നേച്ചറിനേക്കാൾ സുപ്പീരിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മൊത്തത്തിൽ അങ്ങ് റിജക്ട് ചെയ്യാണ് ഡീപ്പ് ഇക്കോളജി. അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു റാഡിക്കൽ ചേഞ്ച് തന്നെ ഉണ്ടാവണം. നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലൊന്നും പോരാ. നമ്മുടെ ഇപ്പോഴുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നാലേ നമുക്ക് നേച്ചറിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂന്നാ പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനുള്ളതല്ല നേച്ചർ ആണ് സുപ്പീരിയർ, നമ്മളല്ല. ഓക്കെ, അതാണ് ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത്. ഷാലോ ഇക്കോളജി എന്ന് പറയുന്നത് ആന്ത്രോപോസെൻട്രിക് ആണ്. ആന്ത്രോപോസെൻട്രിക് ആണ്, അതായത് നമുക്ക് ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ മുന്നോട്ട് പോയാൽ മതി, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നാ പറയുന്നത്. കാരണം ഹ്യൂമൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് നേച്ചർ ഉള്ളത്, പക്ഷെ നമ്മൾ അങ്ങനെ കുറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ക്ലോറോഫ്ലൂറോ കാർബൺ കുറവുള്ള AC ഉപയോഗിക്കുക, ലെസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വണ്ടികൾ ഉപയോഗിക്കുക. അതായത് മൊത്തത്തിൽ അങ്ങ് ഇതാക്കൊന്നും വേണ്ട, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മുന്നോട്ട് പോവാം, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഷാലോ ഇക്കോളജി പറയുന്നത്. അതായത് ഷാലോ ഇക്കോളജി പറയുന്നത് വെച്ചാൽ നേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റുകൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. വെറാസ് ഡീപ്പ് ഇക്കോളജി എന്താ പറയുന്നത്? ഹ്യൂമൻ സ്പീഷീസിന് വേണ്ടിയല്ല, ലൈക്ക് നമ്മുടെ ഗ്രീഡി ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല നേച്ചർ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് കോൺസെപ്റ്റ് ഇക്കോളജിസം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ എന്താണ്? ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം. 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഏതാണ് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസത്തിൽ ട്രൂ ആയിട്ട് വരുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ്? D. Okay. Others? D. Okay. നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം എന്താന്ന് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന, ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. നമുക്ക് ലൈക്ക് വേർഡ്സ് ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. പോസ്റ്റ് കൊളോണിയൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, ഫെമിനിസം എന്താണെന്ന് അറിയാം, പിന്നെ ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഡി. ABC ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. The first statement എന്താ? There are differences not only between men and women but also between women from different parts of the world. അപ്പം പുരുഷനും സ്ത്രീയും ഇടയിൽ മാത്രമല്ല വ്യത്യാസങ്ങൾ ഉള്ളത്, സ്ത്രീകളുടെ ഇടയിൽ തന്നെ
ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡിന്റെ പല ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ വിമന്റെ ഇടയിൽ തന്നെ ഡിഫറൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ എന്തൊക്കെ ഫാക്ടേഴ്സ്, കൾച്ചർ, എത്നിസിറ്റി, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം സിറ്റുവേറ്റ്സ് ഹിസ്റ്റോറിക്കൽ നോളജ് ഓഫ് ദ കൊളോണിയലിസം വിത്ത് റിഗാർഡ് ടു കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഓപ്പറേഷൻ. പിന്നെ ഡിയും ഇയും എങ്ങനെയാണ് തെറ്റായെന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്താണ്? ദർ ഇസ് എ യൂണിവേഴ്സൽ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് സബോർഡിനേഷൻ ഓഫ് വിമൻ. വിമന്റെ സബോർഡിനേഷന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് ഉണ്ടെന്നാ പറയുന്നത്. എല്ലായിടത്തും ഒരേപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട് എന്നാ പറയുന്നത്. അല്ല അല്ലെ, അങ്ങനെയല്ല. പിന്നെന്താ? ദ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം ഇസ് എക്സ്ക്ലൂസീവ്ലി ഡിഫറെന്റ് ഫ്രം അതർ വേരിയൻസ് ഓഫ് ഫെമിനിസം. ബാക്കിയുള്ള ഫെമിനിസത്തിൽ നിന്ന് മൊത്തത്തിൽ ഡിഫറെന്റ് ആണെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ദാറ്റ് ഇസ് റോങ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ദീസ് 3 സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഫെമിനിസം എന്താണെന്നൊന്ന് നോക്കാം. അപ്പൊ ഫെമിനിസം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ബേസിക് ആയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഡിഗ്നിറ്റി കൊടുത്ത് ഈക്വലി ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ മാർജിനലൈസേഷൻ നേരിടുന്നത് വിമൻ ആയതുകൊണ്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് വോയിസ് എന്നുള്ള ഒരു നിലയിലാണ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് വരുന്നത്. പിന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് നമുക്ക് 4 വേവ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് വേവ് എപ്പോഴാണ് എമേർജ് ആകുന്നത്? 1840s ആൻഡ് 1850s ഫസ്റ്റ് വേവ് എമേർജ് ആകുന്നത്. ഇതില് നമ്മള് ലിബറൽ ഫെമിനിസം എന്നും അറിയപ്പെടും. അതിൽ എന്താ മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ സ്ഫിയറിലും പബ്ലിക് സ്ഫിയറിലും വിമന്റെ റൈറ്റ്സിനാണ് ഡിമാൻഡ് കൊടുത്തത്. പിന്നെ വിമന്റെ സഫറേജ് മൂവ്മെന്റിന് വേണ്ടിയുള്ള ഇതാക്കിയിട്ടുള്ള ഇതാണ് ഫസ്റ്റ് വേവിൽ വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെയാ? മാരി വോളൻസ്റ്റോക്രാഫ്റ്റ്, സോറി മിൽസ് അല്ല, മില്ലാണ്. അപ്പം മാരി വോളൻസ്റ്റോക്രാഫ്റ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1792. അപ്പം ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ്, ഇത് പഠിച്ചു വെക്കാം. നമ്മൾ വിൻഡിക്കേഷൻ ഓഫ് എന്താ പറയുക, ഇത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു തിങ്കറിനെയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറഞ്ഞത് മാരി വോളൻസ്റ്റോക്രാഫ്റ്റ് ആണ്. മറ്റേത് ഐ തിങ്ക് എഡ്മണ്ട് ബർക്കിന്റെ വർക്കാണ് തോന്നുന്നു. അപ്പം നെക്സ്റ്റ് തിങ്കർ എന്ന് പറയുന്നത് സബ്ജുക്കേഷൻ ഓഫ് വിമൻ, ജെഎസ് മില്ലിന്റെ സബ്ജുക്കേഷൻ ഓഫ് വിമൻ എന്നുള്ള വർക്കാണ്. അപ്പം ഫസ്റ്റ് വേവില് മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഇവർ രണ്ടാണ്. ഇവർ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇവർ രണ്ടാളാണ്. ഇതാണ് ഫസ്റ്റ് വേവ്. ലിബറൽ ഫെമിനിസം എന്ന് പറയും വിമന്റെ പബ്ലിക് സ്ഫിയറിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ഫിയറിലുള്ള റൈറ്റ്സിന് വേണ്ടിയാണ് ഡിമാൻഡ് ചെയ്തത്. സെക്കൻഡ് വേവ് എപ്പോഴാണ് എമേർജ് ആയത്? 1960s. അപ്പം ഇതിന് റാഡിക്കൽ ഫെമിനിസം എന്നും പറയും. റാഡിക്കൽ ഫെമിനിസ്റ്റ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊത്തത്തിൽ അങ്ങ് റീഷേപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. ടോട്ടലി റീഷേപ്പ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് മാറ്റണം എന്നാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത്. ഈ ഒരു സെക്കൻഡ് വേവിലാണ് പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ, വിമൻ ആർ മെയ്ഡ് നോട്ട് ബോൺ പോലുള്ള സ്ലോഗൻസ് വന്നത്. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ സ്ലോഗൻസ് ഏത് വേവിലാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓൺ ദ സെക്കൻഡ് വേവ്. ഓക്കെ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ്? ഷുലാമിത് ഫയർസ്റ്റോൺ പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. സൈമൺ ഡി ബോയറിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കേറ്റ് മില്ലറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവരൊക്കെയാണ് സെക്കൻഡ് വേവിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് വേവിൽ മെയിൻ ആയിട്ട് മാരി വോളൻസ്റ്റോക്രാഫ്റ്റ്, ജെഎസ് മിൽ. സെക്കൻഡ് വേവിൽ ഷുലാമിത് ഫയർസ്റ്റോൺ, സൈമൺ ഡി ബോയർ, കേറ്റ് മില്ലറ്റ്. ഇനി തേർഡ് വേവ് എപ്പോൾ എമേർജ് ആയത്? 1990s തേർഡ് വേവ് എമേർജ് ആവുന്നത്. തേർഡ് വേവിലാണ് ഈ പോസ്റ്റ് മോഡേൺ ഫെമിനിസം, എക്കോ ഫെമിനിസം, ട്രാൻസ് ഫെമിനിസം ഒക്കെ വരുന്നത്. അവിടെ എന്താ? നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീഡം, ഇന്റർസെക്ഷനാലിറ്റി, പിന്നെ ക്ലാസിസത്തിനെതിരെ, റേസിസത്തിനെതിരെ, അങ്ങനെയൊക്കെയുള്ള ഇതാണ് തേർഡ് വേവിൽ വരുന്നത്. തേർഡ് വേവിന് ഇമ്പോർട്ടന്റ് ആയ തിങ്കർ ആരാണ്? റെബേക്ക വോക്കർ. അവരുടെ ഇമ്പോർട്ടന്റ് വർക്കാണ് ബിക്കമിങ് ദ തേർഡ് വേവ് എന്നുള്ളത്. അപ്പൊ ഈ തേർഡ് വേവ് ടേം ആരാ കോയിൻ ചെയ്തത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെബേക്ക വോക്കർ ആണ് തേർഡ് വേവ് എന്നുള്ള ടേം തന്നെ കോയിൻ ചെയ്തത്. ഓക്കെ. അപ്പൊ നമുക്ക് തേർഡ് വേവിലുള്ള ഒരു തിങ്കറിനെ പഠിക്കാൻ കഴിയില്ലേ, റെബേക്ക വോക്കർ. നെക്സ്റ്റ് തിങ്കർ എന്ന് പറയുന്നത് ഇവി എൻസ്ലർ ആണ്. അവരുടെ വർക്കാണ് വെജൈന മോണോലോഗ്. പിന്നെ ഏമി റിച്ചാർഡ്, അവരുടെ വർക്കാണ് ഓപ്റ്റിംഗ് ഇൻ. ഓക്കെ. ഇനി ഫോർത്ത് വേവ് സിൻസ് 2012. അപ്പൊ നമ്മളിപ്പോ ഒരു ഫോർത്ത് വേവിലാണുള്ളത്. ഇതെന്താ? ഇറ്റ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ സെക്ഷൽ ഹറാസ്മെന്റ്, ബോഡി ഷെയ്മിങ്, റേപ്പ് കൾച്ചർ അമംഗ് അതർ ഇഷ്യൂസ്. ബാക്കിയുള്ള ഇഷ്യൂസിന്റെ കൂടെ ഇതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്, സെക്ഷൽ ഹറാസ്മെന്റ് കേസ് ഒക്കെ. ഐ തിങ്ക് മീ ടു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഈ ഫോർത്ത് വേവിൽ വരുന്നതാണ്.
പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ, ഈ ഫോർത്ത് വേവിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് വെച്ചാൽ ഇവര് ഇഷ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്താണ് വിമൻ അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഫോർത്ത് വേവിലും മെയിൻ ആയിട്ടുള്ള ഫീച്ചർ വരുന്നത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ് റെബേക്ക സോൾനറ്റ്, ജെസിക്ക വാലന്റി, ലോറ ബാറ്റസ്. ഇവരൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, പെട്ടെന്നായിട്ട് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ വരാലോ. ഇത്രയാണ് ഫെമിനിസത്തിന്റെ 4 വേവ് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഫെമിനിസത്തിന് കുറച്ച് ടൈപ്പുകളും ഉണ്ട്. എന്തൊക്കെയാണ്? മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്, ഈക്കോ ഫെമിനിസം ഉണ്ട്, പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പൊ മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്താ പറയുന്നത്? Class and private property and not gender discrimination are the main issues. Feminism as the capitalist or bourgeois feminism limited to white women. ഈ എന്താണ് മെയിൻ സ്ട്രീം ഫെമിനിസം, അത് വൈറ്റ് വിമനിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാര്യമാണെന്നാണ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഫെമിനിസം പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ഈ വർക്കിംഗ് വിമന് പാട്രിയാർക്കിന്ന് മാത്രമല്ല ക്യാപിറ്റലിസം വഴിയും എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് മാർജിനലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട് എന്നാണ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഫെമിനിസം പറയുന്നത്. മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സ് ആരൊക്കെ? അലക്സാണ്ടർ കൊളോണ്ടായി, ഷീല റോംബത്ത, മാർത്ത നുസ്ബോം. ഓക്കെ, അപ്പം മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ്? അലക്സാണ്ടർ കൊളോണ്ടായി, ഷീല റോംബത്ത, അങ്ങനെയായിരിക്കും, മാർത്ത നുസ്ബോം. പിന്നെ ഈക്കോ ഫെമിനിസം ആണ്. ഈക്കോ ഫെമിനിസം എന്താ? ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ പാട്രിയാർക്കി. Nature is under threat, not from humankind, but from man and institution of male power. അപ്പൊ ഇക്കോളജിസും ഫെമിനിസം ഈ 2 കോൺസെപ്റ്റും കൂടി ഒരുമിച്ചുണ്ടായ ഒരു ഇതാണ് ഈക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തിങ്കർ വന്ദന ശിവ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാണ്ടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാട്ടോ ഞാനിത് ആഡ് ചെയ്യാണ്ടുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള തിങ്കർ എന്ന് പറയുന്നത് വന്ദന ശിവയാണ് കേട്ടോ, ഈക്കോ ഫെമിനിസത്തിന്റെ. അപ്പൊ ആരാണ് ഈ ടേം കോയിൻ ചെയ്തതെന്നും ചോദിക്കാറുണ്ട്. ഈക്കോ ഫെമിനിസം എന്നുള്ള ടേം ആരാ കോയിൻ ചെയ്തത്? ഫ്രാങ്കോയിസ് ഡി യുബോൺ 1974 ഫ്രാങ്കോയിസ് ഈക്കോ ഫെമിനിസം എന്നുള്ള ടേം കോയിൻ ചെയ്തത്. ഓക്കെ, ഇനി പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം. അത് എന്താ? റെക്കഗ്നൈസ് ദാറ്റ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് ചാലഞ്ച് വെരി സിഗ്നിഫിക്കന്റ്ലി ഡിപ്പെൻഡിംഗ് ഓൺ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, culture, ethnicity, and other factors. It examined how colonialism has contributed to the subjugation and exploitation of women in different parts of the world and seek to address these issues. കൊളോണിയലിസം കാരണം എങ്ങനെയാണ് വിമൻ ഈ ലോകത്തിലെ പല ഭാഗത്തുനിന്നും എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടതെന്നൊക്കെ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം ആണ് അവരിതൊക്കെ മുന്നോട്ട് വെച്ചത്. അവരാണ് റെക്കഗ്നൈസ് ചെയ്തത് ഈ ജോഗ്രഫിക്കൽ ലൊക്കേഷനും അവിടെ നിന്നൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഐ തിങ്ക് ക്ലാസിക്കൽ ഫെമിനിസം അല്ലെങ്കിൽ വെസ്റ്റേൺ ഫെമിനിസം എന്ന് പറയുന്നത് വൈറ്റ് പീപ്പിളിനെ മാത്രം ഒതുങ്ങി നിന്ന പോലെ. അവര് പറഞ്ഞു വെച്ചാൽ എല്ലായിടത്തും വിമനെ സെയിം പ്രോബ്ലം തന്നെയാണ് ഫേസ് ചെയ്യുന്നുള്ളത്. പക്ഷെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച്, കൾച്ചറൽ അനുസരിച്ച്, എത്തനിസിറ്റി അനുസരിച്ച് വിമൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്നും അഡ്രസ് ചെയ്യാത്ത ഒരു ടൈമിലാണ് ഇങ്ങനെയുള്ള പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം, മാർക്സിസ്റ്റ് ഫെമിനിസം ഒക്കെ മുന്നോട്ട് വന്നത്. Next question, who among the following rejected the claim of universal sisterhood? യൂണിവേഴ്സൽ സിസ്റ്റർഹുഡ് എന്നുള്ള ക്ലെയിം ആരാണ് റിജക്ട് ചെയ്തത്? ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആണോ, റാഡിക്കൽ ഫെമിനിസ്റ്റ് ആണോ, ലിബറൽ ഫെമിനിസ്റ്റ് ആണോ, മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ആണോ? ഓക്കെ, ഇത് ഐ തിങ്ക് ബാക്കി എല്ലാവരും പറയും, എന്താണ് ആരൊന്നും പറയാത്തെ? ഓക്കെ, ഓക്കെ, സോ യാ ദ കറക്റ്റ് ആൻസർ ഇസ് എ. ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആണ് യൂണിവേഴ്സൽ സിസ്റ്റർഹുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് റിജക്ട് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, നമ്മള് ബുക്സ് ഇപ്പൊ നമ്മള് കോൺസെപ്റ്റുകളൊക്കെ ഏകദേശം നമ്മൾ നോക്കി. ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, അങ്ങനെ ഡെമോക്രസി, റൈറ്റ്സ്, ലിബറലിസം, കൺസർവേറ്റിസം, ഇക്കോളജിസം, പിന്നെ മൾട്ടികൾച്ചറലിസം, സോഷ്യലിസം, മാർക്സിസം, ഈ കോൺസെപ്റ്റിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രീഫായിട്ട് പറയാൻ കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾ ഓൾറെഡി ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, അതിൽ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി റിവൈസ് ചെയ്ത് പോയതേ ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ബുക്സും ഓതേഴ്സും ആണ്. ഇങ്ങനെ ഇതേപോലെ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്.
അപ്പം ഇതൊന്ന് നിങ്ങൾ പെട്ടെന്ന് പറയാം. എന്താണ് ബുക്സ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഓൺ വയലൻസ്, റീസൺ ആൻഡ് റെവല്യൂഷൻ, വേർ ഡു വി ഗോ ഫ്രം ഹിയർ, കൺസർവേറ്റീവ് മൈൻഡ് ഫ്രം വർക്ക് ടു എലിയറ്റ്, ഓതേഴ്സ് ഹെന്ന ആരൻഡ്, ഹെർബർട്ട് മാർക്യൂസ്, കീക്ക് റസൽ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. മനസ്സിലായി? ബാക്കി എല്ലാവരും ഇവിടെ, ആകെ ഇർഫാനും മാത്രല്ലേ റിപ്ലൈ തന്നുള്ളൂ. അല്ല അല്ലേ? ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ലാസ്റ്റ് ആയിട്ടോ, ഡോൺ വറി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. ഞാൻ ഒരുപാട് ടൈം ആക്കി നിൽക്കുന്നില്ല. അതേഴ്സ്? ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്ത് കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം അല്ലേ? സോ യാ, ദ ആൻസർ ഇസ് എ. എന്താണ് ഓൺ വയലൻസ് എന്നുള്ള വർക്ക് ഹെന്ന ആരൻഡ് ആണ് എഴുതിയത്. 1917 ആണ് എഴുതിയത്. റീസൺ ആൻഡ് റെവല്യൂഷൻ ഹെർബർട്ട് മാർക്യൂസ് 1941 വേർ ഡു വി ഗോ ഫ്രം ഹിയർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1967 എഴുതിയത്. കൺസർവേറ്റീവ് മൈൻഡ് ബർക്ക് ടു എലിയറ്റ് 1953 റസൽ കിർക്കാണ് എഴുതിയത്. അപ്പൊ ഇതിന്റെ കണ്ടന്റ് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടന്റ് എന്താണെന്ന് ചോദിക്കൂല എന്തായാലും. ഞാൻ പറഞ്ഞല്ലോ, ഇയറും ബുക്കും ഓതറും അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. കണ്ടന്റ്. പിന്നെ ഇതിൽ നമുക്ക് ഈ മാത്സ് ഫോളോയിങ് വരുമ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹെന്ന ആരൻഡിന്റെ ഓൺ വയലൻസ് എന്നുള്ള വർക്ക് ഐ തിങ്ക് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റിയൊരു ഇതാണ്. അപ്പം നമുക്ക് അതറിയെങ്കിൽ ഇതിപ്പോ A1 ഉള്ളത് 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി രണ്ടും കട്ട് ചെയ്യാം അല്ലെ? നമുക്ക് ഇത് രണ്ടും ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യണ്ട. പിന്നെ നമുക്ക് ഇതിൽ വേറെ ഏതെങ്കിലും വർക്ക് അറിയുന്നത് വെച്ച് നമ്മൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിപ്പോ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ മാക്സിമം ബുക്സും ഓതേഴ്സിനെ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്താ പഠിച്ചു വെക്കുക എന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞ നിർമ്മിച്ചു വെക്കുക. ഇനി ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് 4 ബുക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ക്രൊണോളജിക്കൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ പേര് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഇയറും കൂടി പഠിക്കണം ക്രൊണോളജിക്കൽ അറേഞ്ച് ചെയ്യാൻ. ഐ തിങ്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് സൈക്കിളിനകത്തും മഹാത്മാഗാന്ധിന്റെ വർക്ക്സോ എന്തോ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വർക്ക് പഠിക്കുന്ന തന്നെ ഭാഗ്യത്തിന്. അപ്പൊ നമ്മൾ ഇനി ഇയറും കൂടി പഠിച്ചു വേണം പോവാൻ. അപ്പം പെട്ടെന്ന് തന്നെ നോ ഇഷ്യൂ, ടൈം എടുത്ത് പറഞ്ഞാൽ മതി. 4 വർക്കാണുള്ളത്. ലിബർട്ടി ആഫ്റ്റർ ഫ്രീഡം, 4 essays ഓൺ ലിബർട്ടി, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിബർട്ടി, 2 കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. ഇതിന്റെ ഇയർ ആണ് നമ്മൾ അറിയേണ്ടത്. ഏതെങ്കിലും ഒന്നറിയെങ്കിലും ഒന്നും ചെയ്യേണ്ടിയില്ല. 2 അറിയണം. ഞാൻ വായിക്കായിരിക്കും അല്ലേ? ബി പറയട്ടെ, ബാക്കി എല്ലാവരും പറയട്ടെ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യും. ചാടി ചാടി പറ. നമ്മളെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഇതാ നമ്മൾ മാത്രമല്ല കാണുന്നുള്ളൂ. ഡി
C. Okay. എല്ലാം ആയി ABCD അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഗസ്റ്റ് അടിച്ച് ഇതാക്കാന്നുള്ളതാണ്. D. ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറ. 1 2 3 4 5 6 7 ആൾക്കാരെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് വിളിക്കണ്ടല്ലോ, ഞാൻ ചെയ്യില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ഞാൻ കൂടുതൽ ടൈം ആക്കുന്നില്ല നിങ്ങൾ തന്നെ. ഓക്കെ, സോ യാ ദ ആൻസർ ഇസ് ഡി. ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ, ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ഇസായ് ബെർലിൻ എഴുതിയ വർക്കാണ്. നമ്മൾ ഇസായ് ബെർലിൻ നേരത്തെ എവിടെയോ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, നമ്മൾ എവിടെയാ പറഞ്ഞേ? അയ്യോ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, സോറി. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, പോസിറ്റീവ് ലിബർട്ടി നെഗറ്റീവ് ലിബർട്ടി. ഓക്കെ, ഫൈൻ. അപ്പൊ ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ഇസായ് ബെർലിൻ എഴുതിയ വർക്കാണ്. 1958 ഇസായ് ബെർലിൻ വർക്ക് എഴുതിയത്. അതില് പോസിറ്റീവ് ലിബർട്ടി നെഗറ്റീവ് ലിബർട്ടി തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് കൊടുത്തത്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കിയുള്ള വർക്ക് പോലെ ഒന്നല്ല, ഇതെന്തായാലും ചോദിക്കുന്നതാണ്, ടു കോൺസെപ്റ്റ്സ് ഓഫ് ലിബർട്ടി. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഇസായ് ബെർലിൻ എഴുതിയത്, അതിലാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. 1958 എഴുതിയത്. ഇനി ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞ വർക്ക് ആരെഴുതിയത്? ഫ്രെഡറിക് ഹയക്ക്. 1960 ഫ്രെഡറിക് ഹയക്ക് എഴുതിയ വർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിബർട്ടി. അതിലെന്താ, ഇറ്റ് സീക്ക് ടു എസ്റ്റാബ്ലിഷ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ എ സൊസൈറ്റി ദാറ്റ് വാല്യൂ ഇൻഡിവിജ്വൽ ഫ്രീഡം, ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, റൂൾ ഓഫ് ലോ. ഞാനിവിടെ ഇത് കണ്ടന്റ് കൊടുത്തെന്ന് വെച്ചാല് എങ്ങാനും ചോദിച്ചാലോ, അപ്പൊ നമ്മൾ വായിച്ചു നോക്കിയാൽ പെട്ടെന്നൊന്നും ഓർമ്മ വരുമല്ലോ, അങ്ങനെ ഒരു ഇതിൽ കൊടുത്താണ്. അപ്പൊ ഫ്രെഡറിക് ഹയക്ക് 1960 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിബർട്ടി എഴുതിയത്. പിന്നെ 4 essays ഓൺ ലിബർട്ടി ആരാ? വീണ്ടും ഇതാ ഇസായ് ബെർലിൻ. ഇസായ് ബെർലിൻ അടുത്ത വർക്കായിട്ട് വന്നിട്ടുണ്ട്. 4 essays ഓൺ ലിബർട്ടി 1969 ഇസായ് ഇത് എഴുതിയത്. എന്താ, ദ ബുക്ക് എക്സ്പാൻസ് ഓൺ തീം ഓഫ് ലിബർട്ടി, ഇൻഡിവിജ്വലിസം, പ്ലൂറലിസം were introduced in the earlier essay, two concepts of liberty. അപ്പൊ ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് എഴുതിയെന്നാണ് പറയുന്നത്. ഇസായ് ബെർലിന് 4 essays ഓൺ ലിബർട്ടി എന്ന് പറഞ്ഞ വർക്കിൽ. ഓക്കെ, അപ്പം ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി 1958 എഴുതിയത്. പിന്നെ 4 essays ഓൺ ലിബർട്ടി 1969 എഴുതിയത്. പിന്നെ ദ ലാസ്റ്റ് വർക്ക് എന്താ, ലിബർട്ടി ആഫ്റ്റർ ഫ്രീഡം, റോഹൻ ജെ ആൽവ. ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ, ഞാനും ആദ്യമായിട്ടാണ് ഇട്ടത്. റോഹൻ ജെ ആൽവ 2022 എഴുതിയ വർക്കാണ് ലിബർട്ടി ആഫ്റ്റർ ഫ്രീഡം. അപ്പം അദ്ദേഹം അതിലെന്താ, ആർട്ടിക്കിൾ 21 കുറിച്ച്, അതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഒക്കെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കോൺസെപ്റ്റുകൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലെ? പക്ഷെ ക്വസ്റ്റനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിബർട്ടി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രസി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലിബറലിസം, കൺസർവേറ്റിസം, സോഷ്യലിസം, മാർക്സിസം, ഫെമിനിസം, ഇക്കോളജിസം, മൾട്ടികൾച്ചറലിസം, പോസ്റ്റ് മോഡേണിസം. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇക്വാലിറ്റി, ജസ്റ്റിസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ബാക്കിയെല്ലാം കൂടി ഒരുമിച്ചുണ്ടായാലും മാത്രമേ ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ I will definitely look at it and will solve it in the next class. പിന്നെ എൻ്റെ ക്ലാസ് സ്പീഡ് ആണെങ്കിൽ പറയാം, സ്ലോ ആണെങ്കിലും പറയാം, ക്ലിയർ ഇല്ലെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ യു ഗൈസ് ക്യാൻ സീ. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? PDF ഷെയർ ഗ്രൂപ്പിൽ യെസ് ഷെയർ ചെയ്യാം, PDF ഷെയർ ചെയ്യാം. യെസ്, ഓക്കെ ഓക്കെ. I think everybody understood. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സെഷൻ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിലായിരിക്കും. അപ്പൊ നമുക്ക് അതിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. You guys can leave.